തായ് ചി, TAICHI, തായ് ചി. ചി കുങ്, CHI, Q ആണ്, QUING. കിക്കോങ് എന്നും പറയാം, ചികുങ് എന്നും പറയാം. ബിക്കോസ് പ്രൊനൗൺസിയേഷനിൽ ചൈനീസ് പദവും ഇംഗ്ലീഷ് പദവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവരുടെ പ്രൊനൗൺസിയേഷനും ഇപ്പം ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ഇന്ത്യൻ ഇംഗ്ലീഷും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ചൈനീസ് ഭാഷ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം മലയാളത്തിൽ പ്രത്യേകിച്ചുണ്ടാവും. അപ്പോൾ നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ചി കുങ് എന്ന് മാത്രം മനസ്സിലാക്കുക. CHI, ചി എന്ന് പറയുന്നത് പ്രാണനെ കാണിക്കുന്നതാണ്, ലൈഫ് എനർജിയാണ്, അത് നമ്മുടെ പ്രാണനാണ്. ചി എന്ന് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട് പ്രാണൻ എന്നുള്ളതാണ്. അത് ജപ്പാനിൽ KI, കി, പ്രാണനാണ്. എന്നുവെച്ചാൽ പ്രാണോർജത്തെക്കുറിച്ചാണ് ചീകുങ് പറയുന്നത്. തായ്ച്ചിയും അത് തന്നെയാണ്. ദ അൾട്ടിമേറ്റ് ഫിസ്റ്റ് എന്നാണ് തായ്ച്ചി. തായ്ച്ചി പഠിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും, ഉള്ളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും തായ്ച്ചി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അത് റോബസ്റ്റ് ഹെൽത്താണ് നിങ്ങൾക്ക് നൽകുന്നത്. തായ്ച്ചി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് റോബസ്റ്റ് ഹെൽത്താണ്. ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയും. നിങ്ങളുടെ ബാലൻസ് വളരെ കൃത്യമാവും. ശരീരത്തിൻ്റെ ബാലൻസും, ശരീരത്തിൻ്റെത് മാത്രമല്ല മനസ്സിൻ്റെ ബാലൻസും വളരെ കൃത്യമാവും തായ്ച്ചി പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ലൈക്ക് അത് സ്വിമ്മിങ് ഇൻ ദ എയർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അന്തരീക്ഷത്തിൽ നീന്തുന്നത് പോലെയുള്ളൊരവസ്ഥയാണ് തായ്ച്ചി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഇതിൻ്റെ കൂടെ, ഇന്ത്യൻ ക്ലാസിക്കൽ യോഗയുടെ കൂടെ എന്തിനാണ് തായ്ച്ചി പഠിക്കുന്നത്, എന്തിനാണ് ചീകുങ് പഠിക്കുന്നത്? ഇത് മൂന്നും സത്യത്തിൽ സ്പിരിച്വൽ വേയിലേക്ക് പോകേണ്ട ആളുകൾക്ക് അതിൻ്റെ ബേസ്മെൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്പിരിച്വൽ വേയിൽ പോകുന്ന ആൾക്ക് യോഗയിലൂടെ നിങ്ങൾക്ക് ബോധോദയത്തിൽ എത്തിച്ചേരാം. സ്പിരിച്വലിൻ്റെ അവസാനത്തെ മേഖലകളിലേക്ക് എത്തി നോക്കാം. തായ്ച്ചി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്പിരിച്വൽ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ചീകുങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്പിരിച്വൽ വേയിലേക്ക് പോകാൻ പറ്റും. ഇത് മൂന്നും പഠിക്കുന്ന ആളുകൾക്ക് ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള തലങ്ങളിലേക്കും എത്തിച്ചേരാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന വർക്കിനെ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും. കാരണം ബോധത്തിൻ്റെ അറിവ് കൂടുമെന്നർത്ഥം. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു വർക്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഉണ്ടാവും.